മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിത്വം 10 ചോദ്യങ്ങളുമായി SDPI. ചോദ്യം 1. SDPIയുടെ ഫാസിസ്റ്റ് വിരുദ്ധ ചോദ്യം ചെയ്യുന്ന നിങ്ങളുടെ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടിൻ്റെ ഒരു ഉദാഹരണം പറയാമോ? ചോദ്യം 2. മുമ്പ് നേമത്ത് BJP ജയിച്ചപ്പോൾ അതിൻ്റെ പാപഭാരം UDF ഏറ്റെടുത്തിരുന്നു. അന്ന് ഈ വിമർശകർ UDFനെ വിമർശിച്ചിരുന്നു. ചോദ്യം 3. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ ആരുടെ മേലാണ് നിങ്ങൾ പാപഭാരം കെട്ടിവെച്ചത്? അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് കൈ കഴുകാൻ കഴിയുക? ചോദ്യം 4. മുമ്പ് മഞ്ചേശ്വരത്ത് BJP ജയിക്കാതിരിക്കാൻ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതുകൊണ്ട് ലീഗ് സ്ഥാനാർത്ഥി ജയിച്ചിട്ട് ഒരു നന്ദി വാക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ചോദ്യം 5. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ SDPI പിന്തുണയോടെ ഭരണം നടത്തിയ സ്ഥലങ്ങളിൽ അവരെ കൊണ്ട് രാജിവെപ്പിച്ച് ഭരണം BJPക്ക് നൽകിയത് എന്തിനായിരുന്നു? ചോദ്യം 6. SDPIയുടെ വോട്ട് വേണ്ടെന്ന് പരസ്യമായി പറഞ്ഞവർ പിന്നെ എന്തിനാണ് SDPIയുടെ വോട്ടിനെ പറ്റി വേവലാതിപ്പെടുന്നത്? ചോദ്യം 7. BJPക്ക് സാധ്യതയുള്ള നേമത്ത് LDFന് പിന്തുണ കൊടുക്കാൻ UDF തയ്യാറാകുമോ? BJPക്ക് സാധ്യതയുള്ള മഞ്ചേശ്വരത്ത് UDFന് പിന്തുണ കൊടുക്കാൻ LDF തയ്യാറാകുമോ? ചോദ്യം 8. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ SDPI സ്ഥാനാർത്ഥികളെ തെരഞ്ഞു പിടിച്ച് തോൽപ്പിക്കാൻ ഇടതും വലതും BJPയും ഒന്നിച്ചത് എന്തിനായിരുന്നു? ചോദ്യം 9. നിങ്ങൾക്കില്ലാത്ത BJP വിരുദ്ധത SDPIക്ക് ഉണ്ടാകുമെന്ന് നിങ്ങൾ എന്തിനാണ് വാശി പിടിക്കുന്നത്? ചോദ്യം 10. BJP ജയിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം SDPIയുടേത് മാത്രമാണോ? ആ ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ എന്ത് നിലപാടാണ് കൈക്കൊണ്ടിട്ടുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക.